അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനങ്ങൾ? നോമ്പൊക്കെ എവിടെ എത്തി? ഇപ്പം എല്ലാ സാധനമൊക്കെ ഒരുങ്ങി കാണുമെന്ന് വിചാരിക്കണ്. ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടോ? ഇത്രണ്ട് ക്ഷീണിച്ചാനൊന്നും ആയില്ലല്ലേ, ആദ്യത്തെ ദിവസമല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ ജ്യൂസ് ഏതാ വെച്ചാൽ പേരക്ക. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു മരത്തുമ്മ ഉണ്ടായ പേരക്ക കേട്ടോ. നല്ല ചുമന്ന കളറുള്ള പേരക്ക. നോക്കിയേ, കണ്ടോ? നല്ല അടിപൊളി പേരക്ക. അപ്പം നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ട് അടിക്കാം അല്ലേ. ഇതിപ്പോൾ 30 ദിവസം കഴിയണ്ടേ അതിനൊക്കെ അടിക്കണ്ടേ. അപ്പം നമുക്ക് ഇന്ന് എന്താണ് ഈ ജ്യൂസ് ഉണ്ടാക്കാം. പേരക്ക ജ്യൂസ്. ഞാനിപ്പോൾ ഇതിലൊന്നും ഇടണില്ല കേട്ടോ. ഇത് മാത്രമാണ്, പാലൊന്നും ചേർക്കണില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ പഞ്ചസാര ഇടണ്ടേ. നമ്മളെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് എത്ര മധുരം വേണ്ടി, തോനെ മധുരമൊന്നും കഴിക്കണ്ട കേട്ടോ. ഒരു പാകത്തിന് ഇടുക. അപ്പം നമ്മൾ ഒരു 4-5 സ്പൂൺ ഇട്ടാണ്. ഇനി നമുക്ക് അടിച്ച് നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കുക. നല്ല തണുത്ത വെള്ളം കേട്ടത്. ഇനി നമുക്കിതുണ്ട് അടിച്ചെടുക്കുക. അതിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൽ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ. ചുമന്ന പേരക്കായിട്ടാട്ടോ ഈ കളറ്. നല്ലൊരു കളറ് കണ്ടില്ല. അപ്പം ഇന്നത്തെ ഇതാണ് ഇപ്പോൾ കാണിക്കണതേ. നമ്മൾ ചായക്ക് കൂട്ടണ കേട്ടോ കാണിക്കണത്. പിന്നെ പത്തിരിയും കറിയൊക്കെയാണ്, അത് കാണിക്കണില്ല. നമ്മൾ ആദ്യം ചായ കുടിച്ച് നോമ്പ് തുറന്ന് എന്നിട്ടല്ലേ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ചായയൊക്കെ കുടിക്കുള്ളൂ. അപ്പം ഇവിടെ അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇന്നത്തെ ഇതാ നമുക്ക് ജ്യൂസും ഇതും പിന്നെ അതാ പൊരി ഇതാ ബ്രെഡ് പൊരിച്ചത് കേട്ടോ. ഇതാണ് ഇന്ന് നമുക്ക് ചായക്കുള്ളത്. ആദ്യത്തെ ചായക്ക് ഇതാ ഫ്രൂട്ട്സും ബ്രെഡ് പൊരിച്ചതും. ഇത് തേങ്ങാപ്പാലിൽ മുക്കി പൊരിച്ചതാട്ടോ, നെയ്യിൽ പൊരിച്ചെടുത്താണ്.